ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഈസി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സ്നാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, കാരണം കുറച്ച് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഇനി സാധാ കാപ്പിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം, ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എത്ര അളവിലാണ് നിങ്ങൾ കാപ്പിപ്പൊടി എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ പഞ്ചസാരയുടെ അളവ് എടുക്കുക. വെള്ളം 1 ടേബിൾ സ്പൂൺ കൂടുതലും ചേർക്കുക. ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഹാൻഡ് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ അത് വിസ്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വിസ്ക് വെച്ച് ഇച്ചിരി സമയമെടുത്ത് ഇതൊന്ന് വിസ്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് മുതൽ ഒരു 6-7 മിനിറ്റ് വരെ സമയമെടുത്ത് നമ്മളിതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ സമയവും വിസ്ക് ചെയ്യും തോറും ഇതിങ്ങനെ കാപ്പിയും പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരും. നമ്മൾ ഈ ഡൽഗോന കോഫിക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ക്രീമി ടെക്സ്ചർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു രീതിക്കൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, പറ്റുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ സമയം എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് മൊത്തം ഒരു 5-6 മിനിറ്റ് ആ ഒരു സമയമാണ് വന്നത്. അപ്പോൾ അതുവരെ ഞാനത് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കൊച്ചു ടിപ്പ് എന്ന് പറയുന്നത്, ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ബൗള് ചെറിയ ബൗളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടാവും അത് ചെയ്യണേന്. പിന്നെ മാത്രമല്ല, രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ചെറുതായിട്ട് പാത്രം ഒന്ന് ചെരിച്ച് പിടിക്കുക അതുപോലെ, എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ വരും. അപ്പോൾ അതാ നമ്മുടെ നല്ല ക്രീമി, നല്ല സ്മൂത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു കോഫിയുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സ്നാക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾ കേട്ടോ. അപ്പം ഞാനിത് ഇനി ഇതൊരു മിക്സിംഗ് ബൗളിനകത്തോട്ട് മാറ്റി ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്സിംഗ് ബൗളിൽ ആദ്യമേ ചേർക്കാഞ്ഞത്, ആ പാത്രം ഇച്ചിരി വലുപ്പമാണ്. അപ്പം നമുക്കിങ്ങനെ ബീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒരു കുഞ്ഞ് ബൗളിൽ ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതവിടെ ഒരു ബൗളിനകത്തോട്ട് മാറ്റി ഒഴിച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ആരോറൂട്ട് പോലത്തെ ഒരു ബിസ്ക്കറ്റാണ് ഇവിടെ കിട്ടുന്ന. റിച്ച് ടീ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റാണ്. ഏകദേശം 12-13 ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വേണം കേട്ടോ. ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി കട്ടകളൊന്നും മിക്സിക്ക് വലിയ ഭാരമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, പ്രഷർ കൊടുക്കേണ്ട. 2 നമുക്ക് ചെറിയ കട്ടകൾ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കോഫിയുടെ ക്രീം ഒഴിച്ചിരിക്കുന്ന ബൗളിനകത്തോട്ട് ഒരു അരിപ്പ വയ്ക്കുക. ആ അരിപ്പയ്ക്കകത്തോട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ഈ ബിസ്ക്കറ്റ് ഒന്ന് അരിച്ചെടുക്കാൻ പോകുന്നത്. കാരണം ബിസ്ക്കറ്റാണ്, നമുക്കറിയാം, നമ്മൾ അരിച്ചെടുത്തെന്നാലും നമ്മൾ അടിച്ചെടുത്തെന്നാലും അതിനകത്ത് കുഞ്ഞു കട്ടകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം നമുക്ക് കണ്ടോ, ചെറിയ തരികളായിട്ടൊക്കെ കിട്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് അത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇനി ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല, പകരം ബേക്കിംഗ് സോഡയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ ആദ്യം ഈ ഒരു കോഫിയുടെ ക്രീമും ബിസ്ക്കറ്റും ബേക്കിംഗ് പൗഡറും ഇത് 3ഉം കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ നനച്ച പോലെ, ബ്രെഡൊക്കെ നനച്ച പോലത്തെ ഒരു ക്രംബിൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ മൊത്തം ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാ പാലും കൂടെ ആദ്യമേ തന്നെ ചേർക്കരുത് കേട്ടോ. നമുക്ക് കുറേശ്ശെ വേണം പാല് ചേർക്കാനായിട്ട്. കാരണം ബിസ്ക്കറ്റാണ്. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ അത് അലിയും ചെയ്യും, പാലൊക്കെ പെട്ടെന്ന് കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരളവ് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, സ്റ്റെപ്പായിട്ട് ചേർക്കാൻ നോക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാൽ
പാലാണെങ്കിലും നെയ്യാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നെയ്യല്ല, ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നെയ്യാണ് ബട്ടറാണ് എടുക്കുന്നതൊക്കെ എന്നുണ്ടെങ്കിൽ അതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതായിരിക്കണം ഈ ഒരു പാലാണെങ്കിലും ബട്ടറാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം ഞാനിന്നിവിടെ ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്ത് ഉള്ള തണുപ്പൊക്കെ മാറിയിട്ടുള്ള പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പം മൊത്തം 1/2 കപ്പ് പാലാണ് ഇത്രയും ബിസ്ക്കറ്റ്സിന് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അവസാനം ഞാൻ ഒഴിച്ച പാലിൻ്റെ മിക്സ്ചറാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് മൊത്തം 1/2 കപ്പ് ആയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു അവസ്ഥ. കണ്ടോ, ഇങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബാറ്റർ ആയിട്ട് വേണം വരാൻ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് നമുക്ക്, ബിസ്ക്കറ്റിൻ്റെയും കാപ്പിപ്പൊടിയുടെ ഒക്കെ സ്മെല്ല്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ഒഴിച്ച് എടുക്കാനുള്ള ഒരു ബൗൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിന്ന് ഇതുപോലത്തെ ഒരു സാധാരണ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഏത് പാത്രമാണ്, നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ ഇത് ഉണ്ടാക്കാം, സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാനിന്ന് എടുത്തിരിക്കുന്ന പാത്രത്തിൽ ആദ്യം അല്പം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം അതാകുമ്പോൾ നമുക്ക് കേക്കൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അടിയൊന്നും പിടിക്കാതെ. ഇനി നമുക്ക് ആ ബാറ്റർ ഒന്ന് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിനകത്ത് ലെയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊട്ടിപ്പോവാൻ അല്ലെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്, എങ്കിലാണ് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് ഞാനിന്ന് ഓവനൊന്നും ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് കാഷ്യൂനട്ട്സും അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അല്ലാതെ തന്നെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതാ ഞാൻ ആദ്യം കുറച്ച് കശുവണ്ടിയും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ബേക്ക് ചെയ്തും അല്ലെങ്കിൽ ആവിയിൽ കയറ്റിയിട്ടാണെങ്കിലും ഇഡ്ഡലി തട്ടിലൊക്കെ നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിന്ന് ബേക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു കട്ടോരി പാത്രം ഞാനൊന്ന് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കേക്കിൻ്റെ പാത്രം ഒരു സ്റ്റാൻഡ് പോലെ അങ്ങ് പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ആ ഒരു കുഞ്ഞു പാത്രത്തിൻ്റെ മേലെ ഞാൻ നമ്മുടെ ഈ ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. പിന്നെ മൂടി വയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന മൂടികയ്ക്ക് ഓട്ടയൊക്കെ ഉണ്ട്, ആവി പോകാനുള്ള ഓട്ടയൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് പേപ്പറോ ഒക്കെ തിരികെ വയ്ക്കുക. പേപ്പറോ അല്ലെങ്കിൽ ഗ്രാമ്പോ ഒരെണ്ണം എടുത്തിട്ട് തിരികെ വെച്ചെന്നാൽ നല്ലതാണ്. അപ്പം ആ ഒരു നമ്മളൊരു ഓവൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ലോവും ഇടയ്ക്ക് മീഡിയത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടുത്ത് ഇല്ലാത്ത സമയത്ത് ലോവിലോട്ട് മാറ്റും, പിന്നെ അടുത്ത് വരുമ്പോൾ ഞാൻ മീഡിയത്തിലോട്ട് ഇടും. അങ്ങനെയാണ് 30-35 മിനിറ്റിന് ഇടയ്ക്കുള്ളൊരു സമയത്താണ് ഇത് എനിക്ക് ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ഇതിൻ്റെ അകമൊക്കെ വെന്തോ എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് കുത്തി എടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ആറി വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്പൂൺ വെച്ചിട്ടും കൂടെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് അകത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിലൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് തിരിച്ചിടാം. അങ്ങനെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള സംഭവം റെഡിയാണ്. അപ്പോൾ ഇതൊരു കേക്കെന്നോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് എന്നൊക്കെ പറയാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്താണെങ്കിലും. പിന്നെ മധുരമൊക്കെ ഞാൻ ഇതിനകത്ത് ഒട്ടും പഞ്ചസാരയായിട്ട് ചേർത്തിട്ടില്ല. കാരണം ആ ഒരു കാപ്പിപ്പൊടിക്ക് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ സാധാരണ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള പഞ്ചസാര ചേർത്തിട്ടില്ല. കാരണം ബിസ്ക്കറ്റിനകത്ത് അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ കാപ്പിപ്പൊടിയിൽ നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇനി ഞാനതൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.